കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊരളവിൽ ധ്യാനിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ബാക്കി 18 മുതൽ 29 വരെയുള്ള വാക്യത്തിലെ ചില പഠനങ്ങൾ കൂടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാപിപ്പാൻ പഠിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിൻ്റെ മാറിൽ ചാരിക്കുന്നവനാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടായി. തൻ്റെ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ശക്തമായി താൻ പ്രതിപാദിക്കുന്നുണ്ട്. സ്തോത്രം. അത് നമ്മൾ മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പുള്ളി ഊന്നി പഠിപ്പിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ വളരെ ഹൃദയത്തിൽ കരുതിക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും കുമിളുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഈ കൊച്ചി പട്ടണത്തിലുണ്ട്, 14 ജില്ലകളിലുണ്ട്, കേരളത്തിലുണ്ട്, 28 സംസ്ഥാനങ്ങളിലുണ്ട്, ആഗോള വ്യാപകമായുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ചതിയിൽ നമ്മൾ ആരും വിട്ടുപോകരുത്. സ്തോത്രം. ഞാൻ വേഗത്തിൽ ലേഖനത്തിലേക്ക് വരട്ടെ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, യദുക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക യദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കർത്താവിൻ്റെ വരവിനോടടുത്ത സമയമാണ്, അന്ത്യനാഴികയാണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതിനൊരു സിമ്പൽ, ഒരു അടയാളമാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അനേക യദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. ആരാണ് ഈ അനേക യദുക്രിസ്തുക്കൾ? വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ നമ്മൾ വായിച്ച് പഠിച്ചാൽ, വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം കൂടി പുതിയ നിയമസഭയ്ക്കുണ്ട്. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണെന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ വേദഭാഗങ്ങളൊക്കെ കുലങ്കുഷമായിരുന്ന് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, യദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിരിക്കുന്ന വേദഭാഗവും ഇന്നത്തെ ആ യദുക്രിസ്തുവിൻ്റെ രീതികളും അവരുടെ എങ്ങനെ ആയിരിക്കുമെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞത് വെച്ച് പഠിക്കുമ്പോൾ ഇന്ന് അനേക യദുക്രിസ്തുക്കളുണ്ട് നമ്മുടെ സ്വത്രം ഈ ലോകത്ത്. ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിലുണ്ട്, 14 ജില്ലകളിലുണ്ട്, കേരളത്തിലെ 28 സംസ്ഥാനങ്ങളിലുണ്ട്, ആഗോള വ്യാപകമായുണ്ട്. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാതെ പോയാൽ എന്ത് സംഭവിക്കും? അവരുടെ ദുരുപദേശത്തിൽ കുടുങ്ങി നമ്മുടെ നിത്യത നഷ്ടമാകാൻ സാധ്യതയേറെയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഈ 3 ഗ്രൂപ്പ് നമ്മൾ സൂക്ഷിക്കണം. നായ്ക്കളാരാണെന്നും ആകാത്ത വേലക്കാരാരാണെന്നും വിച്ഛേദനക്കാരാരാണെന്നും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? നമ്മുടെ നിത്യത നഷ്ടമാകാൻ സാധ്യത ഏറെയാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വചനങ്ങളാണെങ്കിലും ഈ വേദഭാഗം കയറി വന്നതുകൊണ്ട് പിന്നെയും ഞാൻ നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. നായ്ക്കൾ ആരാ? യെശയ്യാപ്രവചനം 56-ന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുന്നു. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഓമ നായ്ക്കൾ തന്നെ. കണ്ടോ? അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾക്ക് ഒരിക്കലും തൃപ്തിപ്പെടാത്ത പുതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ, അപ്പോൾ നായ്ക്കൾ ആരാന്ന് മനസ്സിലായി? സൂക്ഷിക്കാൻ കഴിയാത്ത ഇടയന്മാർ. സ്തോത്രം. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത പുതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കി.
ശ്രദ്ധിച്ചത് കേട്ട ഈ വാക്യം 10-11 വാക്യങ്ങളിലൊന്ന് നന്നായിട്ട് പഠിച്ച് 1000 പ്രാവശ്യം വായിച്ച് പഠിച്ച്. ചിലർക്കൊന്നും എത്ര വായിച്ചാലും മനസ്സിലാകത്തില്ല. നായ്ക്കൾ ആര്? നായ്ക്കളെ സൂക്ഷിക്കാൻ പൗലോസ് പറയുന്നു. ഇവിടെ യെശയ്യാവ് പറയുന്ന നായ്ക്കൾ ആരാന്ന്? സ്തോത്രം. പരിജ്ഞാനമില്ലാത്തവർ, കുരുടന്മാർ. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, പരിജ്ഞാനമില്ലാത്തവർ. അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ. ദുരുപദേശം പ്രസ്താവിക്കപ്പെടുമ്പോൾ ആ ഉപദേശത്തിനെതിരെ സത്യവചനം പത്യോപദം പ്രസംഗിച്ച് അതിനെ ഖണ്ഡിച്ച് അത് ദുരുപദേശമാണെന്ന് പറയാൻ കഴിവില്ലാത്ത ഇടയന്മാർ. മനസ്സിലായോ? ഇന്നെനിക്കറിയാം പല പ്രിയപ്പെട്ടവരും അറിയാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അവരെ പിള്ളേരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അവർ യൂത്ത്സ് അല്ലേ, കുറെ കൂടി കഴിയുമ്പോൾ നന്നാവും. ഇല്ല പ്രിയമുള്ളവരെയും, നമുക്ക് തെറ്റി. നമ്മുടെ വിശ്വാസികളെയും നമ്മുടെ ആത്മീയ സമൂഹത്തെയും അവർ പുറകോട്ടോടിക്കുക, ഒരു പിശാചിലെ ബന്ധനത്തിൽ കുടുക്കിക്കളയുക. ആകാത്ത വേലക്കാരും വിച്ഛേദനക്കാരും പരിച്ഛേദനക്കാരും ചെയ്യുന്നത് അതാ. നായ്ക്കളെ സൂക്ഷിപ്പിനെന്ന് പൗലോസ് പറയുന്നത് അതാ. ഈ നായ്ക്കൾ വിശ്വാസികളെ ആത്മീയമായി തകർത്ത് തരിപ്പണമാക്കുകയാണ്. നായ്ക്കളുടെ സ്വഭാവം എന്താ? കുരുടന്മാർ ഒന്നാമത്, പരിജ്ഞാനമില്ലാത്തവർ രണ്ട്, കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ. അതായത് ദുരുപദേശത്തിനെതിരെ പഥ്യവചനം പഥ്യോപദേശം കുരയ്ക്കുക, സംസാരിക്കുക, പ്രസംഗിക്കുക അത് കഴിയാത്തവർ. പിന്നെ നിദ്രാപ്രിയരെ, ഉറക്കം സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നവർ, നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങും. ഈ നായ്ക്കൾക്കൊരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവർ കഴിയത്തില്ല. പണം ഉണ്ടാക്കണം, കസേര ഉറപ്പിക്കണം, ഏത് നിലയിലും കാശുണ്ടാക്കണം. എന്ത് വേസ്റ്റ് ജനത്തിന് തീറ്റിച്ചാണെങ്കിലും അവർക്ക് കാശുണ്ടാക്കണം. അത് ഭയങ്കര അപകടകരമാണ് കേട്ടോ. സ്തോത്രം. തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരും അടുത്ത ഏറ്റവും പ്രധാനമായ വിഷയത്തിലേക്ക് വരുന്നു. സൂക്ഷിപ്പാൻ കഴിയാത്തവർ. ദൈവവചനം പ്രസംഗിച്ച് അവരെ നടത്തി പഥ്യവചനം പഥ്യോപദേശത്തിൽ അവരെ സൂക്ഷിച്ച് ആ വചനത്തിൽ അവരെ വളർത്തിയെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാൻ കഴിയാത്ത ശുശ്രൂഷകന്മാരെ നായ്ക്കളാണ്, ആകാത്ത വേലക്കാരാണ്, വിച്ഛേദനക്കാരാണ്, ദ്രവ്യാഗ്രഹികളാണ്, പരിജ്ഞാനമില്ലാത്തവരാണ്, കുരുടന്മാരാണ്, കുരയ്ക്കാൻ വയ്യാത്ത ഊമനായ്ക്കളാണ്. അവർ നിദ്രാപ്രിയരാണ്. ഉറക്കം. അവർ സ്വപ്നം കണ്ട് കിടക്കുക. ഇന്നിവിടെ ഞാനിത് മനസ്സിലാക്കിയത്, വിദേശ രാജ്യങ്ങളിൽ ഇവരൊരു രാജ്യത്ത് വന്നാൽ, സൗദി അറേബ്യയിൽ വന്നാൽ അവിടെ നിന്ന് കുവൈറ്റിലേക്ക് ചാടും, കുവൈറ്റിൽ നിന്ന് സ്വതന്ത്രം ഖത്തറിലേക്ക് ചാടും, ഖത്തറിൽ നിന്ന് ദുബായിലേക്ക് ചാടും, ദുബായിൽ നിന്ന് ഒമാനിലേക്ക് ചാടും. ഇവർ സഹോദരന്മാരെ വശീകരിച്ച് അവിടെയൊക്കെയുള്ള സഹോദരന്മാരുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് അതിന് വേണ്ടുന്ന പേപ്പർ ഡോക്യുമെൻറ്റ്സൊക്കെ ശരിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ് ഈ ദ്രവ്യാഗ്രഹികൾ. ദൈവസഭ ഇത് നിസ്സാരമായിട്ട് കാണരുത്. ഇത് ദൈവസഭയെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ഈ നായ്ക്കൾ. ഹല്ലേലൂയ. ഈ കുരുടന്മാർ, സ്വത്രം, ഈ പരിജ്ഞാനമില്ലാത്തവർ, ഈ ഊമനായ്ക്കൾ, നിദ്രാപ്രിയർ, സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നവർ, തൃപ്തിപ്പെടാത്തവർ, കൊതിയന്മാർ, സൂക്ഷിപ്പാൻ കഴിയാത്തവർ, താൻ്റെ ലാഭത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നവർ. ഓരോരുത്തരും താൻ്റെ ലാഭത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വരുവിൻ, ഞാൻ പോയി വീഞ്ഞ് കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെ ആകാം എന്ന് അവർ പറയുന്നു. മദ്യപാനികളുണ്ട് ഇതിലെ. ഞാൻ പണ്ട് വിചാരിച്ച ബന്ധുക്കോസാരും മദ്യപാനികളില്ലെന്ന്. ഇഷ്ടം പോലെ ഉണ്ട്. പാസ്റ്റർമാരുണ്ട്, മേശപ്പുറത്ത് ഒഴിച്ചു വെച്ച് അടിച്ചടിച്ച് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസഭ ജാഗരൂകരായിരിക്കുക, ദൈവമക്കൾ ജാഗ്രതയുള്ളവരായിരിക്കുക. നിങ്ങളെ നിത്യതയിലേക്ക് തള്ളിക്കളയാൻ ഈ നായ്ക്കൾക്ക് കഴിയും. അവർക്ക് പറയുന്ന വേറൊരു പേരാണ്, കുഞ്ഞുങ്ങളെ ഈ അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴും അനേകർ എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിച്ച് പ്രവർത്തിക്കുന്ന നായ്ക്കളും കള്ളപ്രവാചകന്മാരും വിച്ഛേദനക്കാരെയും സൂക്ഷിച്ചു കൊള്ളണം. വിച്ഛേദനക്കാർ പഴയ നിയമം പ്രസംഗിച്ച് ജനത്തെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ ആദിയായ കാര്യങ്ങൾ പ്രസംഗിച്ച് അവരെ ആത്മീയമായി തകർത്ത് തരിപ്പണമാക്കുന്നവർ.
ദൈവമക്കളെ ശ്രദ്ധിച്ചു കൊള്ളണേ. ഞാൻ ചുമ്മാ പറയുകയല്ല. ഐ ഹാവ് 50 years ഇൻ പെന്തക്കോസ്. 50 വർഷത്തെ പാരമ്പര്യമുണ്ട് എനിക്ക് പെന്തക്കോസിലെ. ഞാൻ പ്രാരംഭ സമയങ്ങളിൽ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ഇറങ്ങിയ ശുശ്രൂഷകന്മാരും പാസ്റ്റർമാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ നല്ല ഒന്നാന്തരം വചനം പ്രസംഗിച്ച സഭയെ നടത്തിയവരാ. ഇന്ന് അതൊക്കെ മാറിയിട്ട് സങ്കീർത്തനം പാടി, പിന്നെ അതുപോലെ കെട്ടുകഥ, കഴിവിക്കഥ, സങ്കല്പകഥ, പിന്നെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി വിളമ്പി പ്രസംഗിച്ച് അതിൻ്റെ ഭൗതിക അനുഗ്രഹത്തിലേക്ക് ജനത്തെ നടത്തിയിട്ട് ആ ഭൗതിക അനുഗ്രഹം നല്ലൊരു ശതമാനം കൈപ്പറ്റി സുഖിക്കുന്ന സുഖിയന്മാർ, നിദ്രാപ്രിയന്മാർ എഴുന്നേറ്റിരിക്കുന്നു. ദൈവസഭ ജാഗ്രത. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ ഇതൊക്കെ ഏത് ഭാഗം എടുത്ത് പ്രസംഗിച്ചാലും നിങ്ങൾ കേട്ട ഭാഗങ്ങൾ നിങ്ങൾക്കൊരു പുത്തിരിയായിട്ട് ഇരിക്കുന്നില്ല. ഇത് ഏത് ഭാഗം പ്രസംഗിച്ചാലും സ്തോത്രം നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുകയാണ് ഈ പ്രസംഗത്തിലൂടെ. ദൈവത്തിൻ്റെ ആലോചന 20-27 മുതൽ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഇത് ക്രിസ്തുവിൻ്റെ പടയാളികളെ കുറിച്ചായി പറയുന്നത്. കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ, അനേക ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനത്തിൽ നിന്നും പഥ്യോപദേശത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന ക്രിസ്തുവിൻ്റെ പടയാളികൾ എഴുന്നേറ്റിരിക്കുന്നു. ജാഗ്രത, സൂക്ഷിക്കുക ദൈവമക്കൾ. വലിയ ട്രാൻസ്ഫോമറിൻ്റെ വേലി കെട്ടി സംരക്ഷിച്ചിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, തലയോട്ടിയും ഒരു ഇൻഡു മാർക്കും. സൂക്ഷിക്കുക, ഡേഞ്ചർ, അപകടം എന്നതുപോലെ ഞാൻ പറയുക. ഈ വചനത്തിലൂടെ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തുന്ന ഈ മാരകമായ പാപത്തിൻ്റെ പട്ടികകളുള്ള ക്രിസ്തുവിൻ്റെ പടയാളികൾ, കൂട്ടാളികൾ, കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ, ഇവരെ വിട്ടൊഴിയുക, വിട്ടൊഴിയുക, വിട്ടൊഴിയുക. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കളിനിടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. സ്തോത്രം. ഈ ഭാഗം പറയുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ ഒരു ഭാഗം കൂടി എടുത്തു പറഞ്ഞാലേ സംഗതി ക്ലിയറാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് വേണ്ട ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരികയില്ല. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമെന്ന് നമ്മുടെ സ്തോത്രം 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നു, പ്രവൃത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്തോത്രം പടയാളികൾ, അനേക ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവർ, ദുരാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അടുത്ത് ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു, സ്തോത്രം, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറെ സുവിശേഷം അറിയുന്നുണ്ട് ആശ്ചര്യപ്പെടുന്നു. അത് വേറെ സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കുണ്ടാക്കുന്നവർ, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുന്നവർ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ശാപിക്കപ്പെട്ടവൻ. ക്രിസ്തുവിൻ്റെ പടയാളികൾ ശപിക്കപ്പെട്ടവർ.
ഞങ്ങൾ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ. ഈ ഗ്രൂപ്പ് ഇന്ന് ഭൂമിയിൽ കൂടുതലാണ്. അവർ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക, അവരിങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുക. ഈ കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരും ശക്തിയോടെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുന്നു, ഈ കള്ളപ്രവാചകന്മാരിലും ദുരുപേക്ഷകന്മാരിൽ നിന്നും എതിർക്രിസ്തുവിൻ്റെ പടയാളികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളണം. ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനമെന്ന വാളെടുത്ത് ദുരുപദേശത്തിനെതിരെ ശക്തമായി പ്രഹരിക്കുന്നവരായി നമ്മൾ തീർന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ കണിയിൽ കുടുങ്ങിപ്പോകും. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ക്ഷമിക്കണമേ. പെട്ടെന്നൊരു മഴ ഇങ്ങോട്ട് വരികയായി. അതിൻ്റെ ശബ്ദം ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് വരാതിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൻ്റെ ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അവർ പറഞ്ഞു വെച്ച വ്യവസ്ഥ, അവർ പറഞ്ഞു വെച്ച വിശ്വാസ പ്രമാണം, പഥ്യവചനം, പഥ്യോപദേശം, അതിനെതിരെ ആര് പറഞ്ഞാലും അത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവിൽ പറയുകയാണ്, അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റിൽ പറയുകയാണ്, അല്ലെങ്കിൽ ദുരാത്മാവിൽ പറയുകയാണ്. അവർ വചന വ്യവസ്ഥ വിട്ടുള്ള പറച്ചിലാണ്. അത് നമ്മൾ കേട്ടാൽ നമ്മൾ നശിച്ചു പോകും. അനേക എതിർക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കുന്നു. ഇത് പറയുമ്പോൾ പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെയിലും ദുരുപദേഷ്ടന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ഞാൻ മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. അപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ ഇത് അന്ത്യനാഴികയെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. കണ്ടോ? സ്തോത്രം. നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവരായവരെ, കാര്യമൊക്കെ ശരി, ഹല്ലേലൂയ. പക്ഷേ അവരിപ്പോൾ നമുക്കുള്ളവരല്ല. ഈ പ്രവൃത്തി 20 നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അവിടെ ആ 20-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വായിച്ചതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് വരാം. സ്തോത്രം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനാക്കൾ നിങ്ങളുടെ കടക്കുന്നത് ഞാൻ അറിയുന്നു. സ്തോത്രം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ എഴുന്നേൽക്കും. സ്തോത്രം. ഞാൻ രാപ്പകൽ 3 സംവത്സരം ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി തന്നത് ഓർത്തുകൊള്ളുവീൻ. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. നമ്മൾ ആ വചന വ്യവസ്ഥയിൽ നിലനിന്നോണം. നമ്മൾ ആ പഥ്യോപദേശത്തിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ നമ്മളെ തെറ്റിച്ചു കളയും. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളിൽ നമ്മൾ നിലനിൽക്കണം. അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ പടയാളികൾ, ദുരുപദേഷ്ടകന്മാർ നമ്മളെ തെറ്റിച്ചു കളയും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരിക. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അപ്പോൾ ആത്മാഭിഷേകം പ്രാപിച്ചവൻ സകലതും അറിയുന്നു. എന്നാൽ ഇന്ന് പ്രാപിക്കുന്ന ആത്മാവൊക്കെ ശരിയാണോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അല്ലെന്ന് പറയും. കാരണം അതും യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ എന്നെ പഠിപ്പിച്ചത്. 1 യോഹന്നാൻ 4:6 ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഇതിനാൽ അറിയാം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടാലേ നമ്മൾ സത്യത്തിൻ്റെ ആത്മാവ് ഉള്ളവരാകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വഞ്ചനയുടെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവരായി പോകും.
ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്ന് ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നുള്ളവന്നല്ല ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നതിനാലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതിനാലും അറിയാം സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്ന് വഞ്ചനയുടെ ആത്മാവ് ഏതെന്ന്. സഹോദരങ്ങളെ, ഒരു വലിയ മുന്നറിയിപ്പായിട്ട് ഞാൻ തരികയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഞാനും നിങ്ങൾ കേട്ടില്ലെങ്കിൽ നമ്മളിൽ വഞ്ചനയുടെ ആത്മാവായി പോകും. ഞാനല്ല പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലനാണ് പറയുന്നത്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നത്, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നതിനാലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതിനാലും സത്യത്തിൻ്റെ ആത്മാവും വഞ്ചനയുടെ ആത്മാവും തിരിച്ചറിയാമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുക. നമുക്കിത് ഏതുമില്ലയോ? ഹല്ലേലൂയ. വളരെ ഗൗരവമായിട്ട് നമ്മളെടുത്ത് പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയുക കൊണ്ടല്ലോ, സത്യം അറിയായിക കൊണ്ടല്ല, നിങ്ങളെ അത് അറിയാലും പോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാകുന്നു? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവനാണ് കള്ളൻ. ദുരുപദേഷ്ടാവ്, കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ, വചനവിരുദ്ധമായി സഭയെ പഠിപ്പിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ യെതുക്രിസ്തു ആകുന്നു. കണ്ടോ? യെതുക്രിസ്തുവിൻ്റെ ലക്ഷണം എന്താ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുക. ഇനി ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്, ഒത്തിരി ഗ്രൂപ്പുകൾ. ഞാനെടുത്ത് തെളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നത്. അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊള്ളണം. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാനൊരു ദൈവത്തിൻ്റെ കൽപ്പനയായ പ്രമാണത്തിൽ നമ്മൾ നിന്നുകൊള്ളണം, ഉപദേശത്തിൽ നിന്നുകൊള്ളണം. ഇല്ലെങ്കിൽ അടിപടലം നമ്മളെ തെറ്റിച്ചു കളയും. സാത്താൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയാതെ പോകും. പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകും. ശത്രു നമ്മളെ തകർത്തു കളയും. ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. മോശയുടെ വചനം കൊല്ലുന്നതാണ്, ഇരുട്ടിൻ്റെതാണ്, ശിക്ഷാവിധിയുടേതാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ആത്മാവ് പോലും മാറിപ്പോവും. അതാ 1 യോഹന്നാൻ 4:6 ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാമെന്ന് സാംപാസ്റ്ററല്ല പറയുന്നത്, യോഹന്നാൻ പാസ്റ്റർ യോഹന്നാൻ, യേശുവിൻ്റെ മാറിൽ ചാരിയിരുന്ന യോഹന്നാൻ. അപ്പോസ്തലൻ വളരെയധികം തള്ളിക്കളഞ്ഞ് വല്ലവരൊക്കെ പറയണത് കേട്ടാൽ നമ്മളിൽ ദുരാത്മാവ് കയറും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് വരട്ടെ. സ്തോത്രം. അടുത്ത 22-ാമത്തെ വാക്യം. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ യെതുക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല. പുത്രനെ സ്വീകരിക്കുന്നവനോ പിതാവുണ്ട്. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ട അത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. തെറ്റിക്കുന്നവരെ ഓർത്ത് എഴുതുക. സ്തോത്രം, സ്തോത്രം. വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർക്കുക. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് നിങ്ങൾക്ക് എഴുതുന്നു. ജനത്തെ തെറ്റിച്ചു കളയുന്നവർ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അപ്പോസ്തലന്മാർ മുന്നറിയിപ്പ് തരിക, നമ്മൾ ആരും തെറ്റിച്ചു കളയരുത്. കണ്ട ദുരുപദേശം എല്ലാം പോയി കേട്ടിട്ട് പിന്നെ നീ 10 വചനം കേൾക്കാൻ തുടങ്ങിയാൽ കേൾക്കാൻ പറ്റത്തില്ല.
പിശാച് തകർത്തുകളെയും, ദൂതനെ തടഞ്ഞുകളെയും, വചനത്തെ തടഞ്ഞുകളെയും. സാത്താൻ്റെ പ്രവൃത്തി അതാണ്. സർവ്വഭൂമിയും തെറ്റിച്ചു കളയുന്നവനാണവൻ. ദൈവസഭയെ ജാഗരൂകരായിട്ടിരിക്കുക, ഇല്ലെങ്കിൽ തെറ്റിച്ചു കളയും. ആത്മാവ് മാറിപ്പോകും. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അവരുടെ വാക്ക് കേൾക്കാതെ കാണുമെന്ന് ശുശ്രൂഷിച്ചാൽ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തട്ടെ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്ന ഒരു ഓർത്ത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചത്. ഈ അഭിഷേകം നമ്മളിൽ ഉണ്ടെന്ന് വെച്ച് ഉപദേഷ്ടാക്കന്മാർ വേണ്ടെന്നല്ല, ഉപദേശം പഠിപ്പിക്കുന്നവർ വേണ്ടെന്നല്ല, അത് നിശ്ചയമായിട്ട് വേണം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി ദൈവം നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ച ശുശ്രൂഷ വൃന്ദങ്ങളെ നമുക്ക് വേണം. കുറച്ച് നാൾ അവരത് കേട്ടിട്ട് പിന്നെടുത്ത് അവരെ തോട്ടി കളയരുത്. അവസാന ശ്വാസം പോകുന്നവരെയും അവർ പറഞ്ഞിരിക്കുന്ന ഉപദേശമനുസരിച്ച് ജീവിക്കണം, നിത്യത പ്രാപിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ തെറ്റിക്കുന്നതിനെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രവചിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും അത് പോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും ഇത് നിങ്ങളെ ഉപദേശിക്കുന്നത് പോലെ നിങ്ങൾ അവനിൽ വസിപ്പി. ദൈവത്തിൽ വസിക്കുക, എന്നിൽ വസിക്കുക, കർത്താവിൽ വസിക്കുക. സ്തോത്രം. എങ്ങനെയാണ് കർത്താവിൽ വസിക്കുന്നത്? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുമ്പോൾ നാം കർത്താവിൽ വസിക്കുന്നു, കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കുന്നു, കർത്താവിൻ്റെ വചനത്തിൽ നാം വസിക്കുന്നു. ഹല്ലേലൂയ, 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 സ്തോത്രം. അടുത്ത്, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കും. അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തട്ടെ. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. സ്തോത്രം. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ. അനേകർ നിത്യലജ്ജയ്ക്കായിട്ട് എഴുന്നേറ്റ് വരും, അനേകർ ലജ്ജയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 10, 15, 20, 30, 40 വർഷം കർത്താവിനെ സേവിച്ചിട്ട് അവസാനം എതിർക്രിസ്തുവിൻ്റെ പടയാളികളായി നമ്മൾ ആരും തീരരുത്. കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരുമായി നമ്മൾ തീരരുത്. പൗലോസ് പറയും, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകും. നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. ഹല്ലേലൂയ. എൻ്റെ വചനമല്ല പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താലത്രയായിരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആദിയായ കാതലായ വചനഭാഗങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കുക. ധ്യാനിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. കൊമ്പിനും മുന്തിരിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമാൻ കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും വസിക്കണം. കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കുന്നു, നാം കർത്താവിൽ വസിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥ ദൈവമക്കളായി തീരുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ശക്തമായി നിങ്ങളോട് ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും സ്വൈരമായി വിരകിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ സഭയിൽ കടന്നു വരുന്നവരൊക്കെ ആത്മാവിൽ വിവേചിക്കണം, ദൈവവചനത്തിലൂടെ വിവേചിക്കണം. പല വിശ്വാസികൾ അപ്പോസ്തലന്മാർ പറയുന്നത് അങ്ങനെ തന്നെയൊന്ന് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു, അവർ കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? വലിയ വിപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവർക്കിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവെന്ന് സഭയെ ചേർക്കാൻ പോകുക. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും.
കർത്താവ് പോയതുപോലെ വരും. സ്തോത്രം. അപ്പോൾ ഒരുങ്ങിയിരുന്നോണം, ഉണർന്നിരുന്നോണം, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വഷളത്വത്തിലേക്ക് ആരും പോകരുത്. ഏതെങ്കിലും ഒരു വഷളൻ എഴുന്നേറ്റ് വന്നാൽ അവരെ ന്യായവിധിക്കാനുള്ള ഉത്തരവാദിത്വം കർത്താവിനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. അനേക മുന്നറിയിപ്പുകൾ യോഹന്നാൻ അപ്പോസ്തലൻ തരികയാണ്. വളരെ ശക്തമായ മുന്നറിയിപ്പ്. ഇടമുഖം കൺമുഖം ജീവിതത്തിൻ്റെ പ്രതാപം ഇതെല്ലാം ലോകത്തിൽ നിന്നല്ല, പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവം ചെയ്തതിനെ നീക്കി. ആ വചനങ്ങൾ നമുക്കൊരു വെല്ലുവിളിയായി തീരട്ടെ. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം. ഒരാടിൻ്റെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. വചനപരിജ്ഞാനം വേണം, പ്രാർത്ഥനാ ജീവിതം വേണം, ദർശനങ്ങൾ, വെളിപ്പാടുകൾ കർത്താവ് നമുക്ക് തരുന്നത് അതങ്ങനെ തന്നെ പ്രസ്താവിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ പ്രവാചകന്മാരും ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരെല്ലാം ഈ വചനത്തിന് വിരുദ്ധമാണ്. ഒരു ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഹല്ലേലൂയ. ആരെ ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ? ഫിലിപ്പിയ ലേഖനത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. ഞാനത് നിങ്ങളെ വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രൂശിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനത്തിൽ സ്തോത്രം പൗലോസ് പറയുന്ന ഭാഗം വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചാൽ അത് മനസ്സിലാകും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ സ്തോത്രം, നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കുക. സ്തോത്രം. അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർ 3-ന്റെ 15 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് കരഞ്ഞും കൊണ്ട് പറയുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി പൗലോസ് ആയിപ്പെട്ടതായിരുന്നല്ലോ. സ്തോത്രം. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു. കരഞ്ഞുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് എന്താണ്? അവരുടെ അവസാനം നാശം. അവരുടെ അവസാനം നാശം. ലജ്ജയായവർക്ക് ഒരു മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. മനസ്സിലായല്ലോ? സംഗതി ക്ലിയർ കട്ടായില്ലേ? നമ്മുടെ ചിന്താമണ്ഡലങ്ങളും നിരൂപണങ്ങളും സ്വർഗീയമായിരിക്കണം. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട കാര്യമാണിത്. ക്രൂശിൻ്റെ ശത്രുക്കളെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു പൗലൂസ്. അവിടെ അവസാനം നാശമെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അവരുടെ ദൈവം വയറ്. ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. ഈ വചനങ്ങൾ നമ്മൾക്ക് ഏതുമല്ലയോ? കർത്താവിൻ്റെ വരവായി ദുഷ്ടസാത്താൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഞാനിത് കേട്ടില്ല, കണ്ടില്ല, നടിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കുകയില്ല. ഹല്ലേലൂയ. അപ്പം എന്തുകൊണ്ടും 1 യോഹന്നാൻ 2-ാം അധ്യായത്തെ പഠനം വളരെ മനോഹരമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു, ഉത്കൃഷ്ടമായിരുന്നു. ദുരുപദേശങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരെയും ഒഴിഞ്ഞു പോകുവാൻ, വചനത്തെ കോട്ടിക്കളയുന്നവർ, കൂട്ടിച്ചേർക്കുന്നവർ, മറിച്ചു കളയുന്നവരെ അവരോട് ഒഴിഞ്ഞു മാറുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ടെത്തുമായിരുന്നു. ക്രിസ്ത്യ ജീവിതം പോരാട്ടമാണ്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ജയിക്കുന്നവർക്കാണ് അപയൂല ദേശത്ത് ചെന്നെത്താനിടയായത്. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ പഠനങ്ങൾ അതിനെ നമുക്ക് കൃപ തരട്ടെ, വചനത്തിലൂടെ നമ്മെ ഉണർത്തട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.